രാവിലെ തന്നെ ഒരു ക്ലീനിങ് പരിപാടിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കാണുന്നില്ലേ, നിറയെ ഇല വീണടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇല വാരി നമുക്ക് സൂക്ഷിച്ചാൽ ഇഞ്ചിയും മഞ്ഞളെല്ലാം നടാനുള്ളതാണ്. അപ്പോൾ അതിന് എടുക്കാമല്ലോ വളമായിട്ട്. അങ്ങനെ ഞാനിങ്ങനെ ഒരു ഭാഗത്തുനിന്ന് അടിച്ചു കൂട്ടി വരുവാണ്. തലേന്നാൾ രാത്രി മഴയുണ്ടായിരുന്നു കേട്ടോ. അതാ ഷീറ്റ് ഇങ്ങനെ നനഞ്ഞിട്ട് കാണുന്നത്. അപ്പോൾ ഇല പോവാൻ ചെറിയൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. കൈ നല്ല കഴപ്പുണ്ടായിരുന്നു. ഇലകൾ നീക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ബുദ്ധിമുട്ടി ഞാൻ. അങ്ങനെ എങ്ങനെയല്ലോ എത്തി ഞാൻ ഷീറ്റിൽ എനിക്ക് ഇറങ്ങാൻ പേടിയാട്ടോ. ഈ സൈഡിലൊരു പ്ലാവ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പ്ലാവിൽ നിന്ന് വീണ ഇല എത്രയാണിത്. ഇവിടെയൊന്നും എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല. എന്താ വെച്ചാൽ ഇവിടെയൊന്നും അങ്ങനെ ഇലയില്ല. ഈ സൈഡിൽ കിണറായതുകൊണ്ട് കുറച്ച് എനിക്കൊരു പേടിയും ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. മെല്ലെ മെല്ലെ ഷീറ്റിൽ ഇറങ്ങാനും പറ്റൂല. പിന്നെ അവിടെ ഇലയും കുറവാണ്. അങ്ങനെ ഏകദേശം വൃത്തിയായിട്ടോ. ഇവിടെയൊക്കെ ഇല കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ബാക്കി നമുക്ക് താഴെ പോയി ഏണി വെച്ചിട്ടാകുമ്പം മാച്ചി കൊണ്ട് അടിച്ച് കളയാമെന്ന്. അപ്പോൾ നേരെ അടിച്ച് താഴ്ത്തി ഇട്ടാൽ മതിയല്ലോ. പക്ഷേ മോൻ പറഞ്ഞ് വേണ്ട, ഞാൻ ചെയ്തോളാം, ഞാൻ മെല്ലെ ഇറങ്ങിക്കോളാം. എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു. പക്ഷേ അവനത് ഓക്കെയാണ്. അവൻ പറഞ്ഞ അമ്മ ഞാൻ മെല്ലെ ഇറങ്ങിയിട്ട് ചെയ്തോളാം. കുറച്ച് സമയം അധികം എടുത്താലും ആൾ ചെയ്യാനുള്ള പണി നല്ല ക്ലീനായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കാട്ടിക്കൂട്ടി ഒപ്പിക്കലോ അങ്ങനെയൊന്നുമല്ല. ചെയ്യുന്ന പണി നല്ല നീറ്റായിട്ട് ചെയ്യും. അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം നല്ല ഭംഗിയായി ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. ഇപ്പോഴത്തെ മക്കളൊക്കെ ഇങ്ങനെ ചെയ്തു തരുവാന്ന് പറഞ്ഞാൽ എല്ലാവരും ഫോണിൽ കുത്തിയിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ ആളെന്നെ താഴെ വന്നു. ഞാൻ താഴെ വന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിച്ച്. അപ്പോൾ മോൻ പറഞ്ഞ് വേണ്ട അമ്മ, ഞാൻ തന്നെ ഏണി വെച്ചിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം നല്ല നീറ്റായിട്ട് അവൻ ചെയ്യുന്നതെല്ലാം നല്ല നീറ്റായി ചെയ്യണം. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള കുട്ടിയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്.
അങ്ങനെ ലാസ്റ്റ് വരെ അവൻ തന്നെ വൃത്തിയാക്കിയിട്ടാ. ഞാൻ പറഞ്ഞിട്ട് വേണ്ട അമ്മ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ എല്ലാം ഏകദേശം ക്ലീനായി. പാത്തിയിലൊക്കെ നല്ലോണം ഇല വീണ് കുടുങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി നമ്മൾ വെള്ളമൊഴിച്ച് കഴുകട്ടെ അമ്മയെന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇനി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിക്കോളും. അപ്പം അങ്ങനെ നല്ല വൃത്തിക്ക് എനിക്ക് ക്ലിയറാക്കി തന്നു. അങ്ങനെ ഇതാ നമ്മളിതൊക്കെ വൃത്തിയാക്കി മോനെല്ലാം നല്ല ക്ലിയറാക്കി തന്നു. ഇനിയിപ്പം നമ്മളെ പണി അടിച്ചു വാരൽ. ഇലയെല്ലാം അടിച്ചു വാരി ചാക്കിലാക്കണം, എന്നാൽ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാമല്ലോ. ഞാൻ അങ്ങനെ അവിടെ ഇപ്പോൾ ഫുള്ള് ക്ലീനാക്കാൻ പറ്റൂല. എന്താ വെച്ചാൽ പാഷൻ ഫ്രൂട്ട് കിട്ടണം ആദ്യം. അപ്പോൾ അതവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് കോഴിക്കൂടിൻ്റെ മുകളിൽ. പാഷൻ ഫ്രൂട്ട് ഞാൻ തൽക്കാലം കയറിനെല്ലാം ഇങ്ങനെ നെറ്റ് അവിടെ ആയിട്ട് വലിച്ചു കെട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ തലക്ക് മുട്ടുന്നതുകൊണ്ട് ഞാൻ ചെന്നാൽ 2 കമ്പ് കുത്തിയിട്ട് അങ്ങനെ അതിന് വലിച്ചു കെട്ടാന്ന് വെച്ച്. അപ്പോൾ അങ്ങനെ അതും ഞാൻ ചെയ്യാൻ നിന്നതാ. അപ്പോഴേക്കും മോൻ പറഞ്ഞ് വേണ്ട അമ്മ ഞാൻ കൊത്തിത്തരാൻ പറഞ്ഞു. അപ്പോൾ അതും അവൻ എന്നാട്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാം അവൻ ചിലത് അങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്തു തരും. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ അത് അമ്മ ചെയ്യേണ്ട, അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്തു തരും. അങ്ങനെ ഞാനും മോനും കൂടിയിട്ട് കമ്പൊക്കെ കെട്ടിയിട്ടാ. അവൻ പറഞ്ഞ അമ്മ കല്ലിട്ടിട്ട് അമർത്താം നമുക്ക്. പക്ഷേ ഇത് അനങ്ങത്തില്ലല്ലോ വെയിറ്റ് കൊണ്ട്. അങ്ങനെ അവൻ കല്ലൊക്കെ എടുത്തിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് അതങ്ങനെ സെറ്റാക്കി. തൽക്കാലം 2 പോസ്റ്റ് മാത്രം ഇട്ട് നമ്മൾ കുഴിച്ചിട്ടില്ല. പിന്നെ ഒരു കവുങ്ങുണ്ടായിരുന്നു. അങ്ങനെ കവുങ്ങിനും കൂടി വലിച്ച് കെട്ടാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും കൂടെ മണ്ണിട്ട് മൂടി. അവസാനം നെറ്റ് കിട്ടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാനും മോനും കൂടിയിട്ട് നെറ്റ് വലിച്ച് കിട്ടുമ്പോഴെല്ലാം വീഡിയോ എടുക്കാൻ ആളില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ 2 കൂടി പിന്നെ രാവിലെ തുടങ്ങിയ പണിയല്ലേ. രാവിലെ എണീറ്റ് കുറച്ചൊരു 7 മണി 8 മണി ആ സമയത്ത് തുടങ്ങിയതാണ്. അപ്പോൾ അവസാനം ഇങ്ങനെയാണ് കേട്ടോ, ഷീറ്റിനങ്ങ് വലിച്ച് കെട്ടി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.